ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT തലവൻ H. വെങ്കിടേഷ് ഇന്ന് സന്നിധാനത്തെത്തും. SIT സംഘം ശേഖരിച്ച വിവരങ്ങൾ പരിശോധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട നടപടികളും വിലയിരുത്തും. SIT സംഘം കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പരിശോധന നടത്തിയിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുല്, ഈ അന്വേഷണ സംഘം സന്നിധാനത്ത് ഉണ്ട്, ഒപ്പം KT ശങ്കരൻ ജസ്റ്റിസ് അദ്ദേഹവും അവിടെയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കൃത്യമായ ഒരു ഏകോപനം ഈ വിഷയങ്ങളൊക്കെ ചേർത്ത് ഒരു അന്വേഷണത്തിനുള്ള സമയമായി എന്ന ഘട്ടത്തിലാണോ H. വെങ്കിടേഷ്, അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ആൾ, സന്നിധാനത്തേക്ക് വരുന്നത്? തീർച്ചയായിട്ടും ആ നിലയിലുള്ള വിലയിരുത്തലുകളും അതോടൊപ്പം തന്നെ ചർച്ചകളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ H. വെങ്കിടേഷ് ഇന്ന് സന്നിധാനത്തേക്ക് എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം SIT ടീം സന്നിധാനത്ത് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പരിശോധനയുടെ വിലയിരുത്തലുകളായിരിക്കും പ്രധാനമായിട്ടും നടത്തുന്നുണ്ടാവുക. പ്രത്യേകിച്ച് ദേവസ്വം ജീവനക്കാരിൽ നിന്നടക്കം ഈ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ആ സമയത്തെ രേഖകളടക്കം വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു SIT ടീം. ആ രേഖകളടക്കം H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, ഒപ്പം വരുന്ന ദിവസങ്ങളിൽ ഏത് തരത്തിൽ അന്വേഷണം പോകണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏകോപന നടപടികളുണ്ടാകും. പ്രത്യേകിച്ച് ഇന്നലെ 2 FIRകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ആ 2 FIRകളും ഇന്നലെ റാന്നി കോടതിയിൽ SIT ടീം ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള തുടർ നടപടി എന്നോണം ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടപടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൂറ്റി അടക്കമുള്ള ആളുകളെ എത്രയും വേഗം തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾക്ക് വിധേയമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഒരുപക്ഷെ H. വെങ്കടേഷിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഉണ്ടായേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ആ ഒരു ഉദ്ദേശം കൂടാതെ തന്നെ നിലവിൽ 22-ാം തീയതി രാഷ്ട്രപതി ശബരിമല സന്ദർശനത്തിന് എത്തുകയാണ്. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും H. വെങ്കടേഷ് വിലയിരുത്തുമെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ 2 ഉദ്ദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും SIT ടീമിൻ്റെ പരിശോധന സന്നിധാനത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് FIRകൾ റാന്നി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഫൈൻഡിങ്സ് കൂടി വിലയിരുത്തുന്ന നടപടികളുണ്ടാകും. ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിൻ്റെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കുമെന്ന് നമ്മൾ കരുതുകയാണ്. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള കണക്കെടുപ്പിനായിട്ട് നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ആറന്മുളയിൽ പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് പരിശോധന ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെയോടുകൂടി തന്നെ അദ്ദേഹം സന്നിധാനത്ത് നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്തേക്ക് മടങ്ങിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ആറന്മുളയിൽ സ്ട്രോങ് റൂം തുറന്ന് പരിശോധന ഉണ്ടാവുകയില്ല. 3 ദിവസമായിരുന്നു അദ്ദേഹം ഷെഡ്യൂളായിട്ട് ഈ പരിശോധനയ്ക്കായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ആ 3 ദിവസവും അദ്ദേഹം സന്നിധാനത്ത് തന്നെ പരിശോധന നടത്തുകയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാകാം ആറന്മുളയിലേക്ക് വരാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ കൂടുതൽ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ ദിവസം അത് എക്സ്റ്റെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് ആയിരിക്കാം അതിന് പിന്നിലുള്ള കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തെ അന്വേഷണവും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒപ്പം SIT ടീമും അവിടെ അന്വേഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ തലങ്ങളിൽ അന്വേഷണം ആ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ കേസിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള നടപടികൾ ഉണ്ടായേക്കാവുന്ന ദിവസങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ നിന്നും നിർണായകമായിട്ടുള്ള ഗൗരവപൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നർത്ഥം. അതായത് ഇന്നലെ റാന്നി കോടതിയിൽ 2 FIRകൾ അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നുവല്ലോ. അതനുസരിച്ച് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താം. അങ്ങനെയെങ്കിൽ ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു നിർണായക ഘട്ടം മറുവശത്ത് പുരോഗമിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ശബരിമലയിൽ ഈ SIT ടീം പൂർത്തീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ദേവസ്വത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ അത് വിജിലൻസിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് SIT ടീമിന് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയില്ല. സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും അതിന് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതേ രേഖകൾ തന്നെ സന്നിധാനത്തെത്തി ദേവസ്വം ജീവനക്കാരിൽ നിന്നും വീണ്ടും ഈ SIT ടീം വാങ്ങിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിന്മേലുള്ള പരിശോധന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് FIRകൾ കോടതിയിൽ ഹാജരാക്കിയത്. അത് അതിൻ്റെ ഒരു തുടർ
നടപടി എന്നോണമാണ് എഫ്ഐആറുകൾ ഹാജരാക്കിയത്. ഇനി ചോദ്യം ചെയ്യൽ നടപടികളിലേക്കാണ് കടക്കുക. അതിനുശേഷമുള്ള തുടർ നടപടികളും ഉണ്ടാകും. ആവശ്യമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനായിട്ട് SIT ടീമിന് സാധിക്കുകയും ചെയ്യും. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ കേസിൽ SIT തലവൻ H. വെങ്കടേഷ് ഇന്ന് സന്നിധാനത്ത് എത്തും. SIT സംഘം ശേഖരിച്ച വിവരങ്ങളൊക്കെ പരിശോധിക്കും. അപ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനം വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ആലോചനകളും ഉണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.